ഹലോ വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. സോ ഇന്നൊരു വ്ളോഗാണ്. ഇന്നലെ ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു വ്ളോഗായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങൾ കോളേജ് തൊട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഞാൻ മാരേജിന് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. പിന്നൊരു സ്പെഷ്യൽ, ഞാൻ എൻ്റെ അമ്മയുടെ കല്യാണ സാരിയാണിന്ന് വെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുന്ന അറിയത്തില്ല. ഞാൻ സിമ്പിളായിട്ടൊരു ബ്ലൗസാണ് ഇന്നലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് എനിക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ളൊരു ബ്ലൗസാണ്. പിന്നെ എൻ്റെ മൈൻഡിലൊരു ഹെയർ സ്റ്റൈലും റെഡി ആവുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ ചുമ്മാ ഒരു ട്രയൽ പോലെ ചെയ്തപ്പോഴേക്കും ആ ഹെയർ സ്റ്റൈൽ ചേരുന്നില്ല എന്ന് പറഞ്ഞമ്മ. പിന്നെ പൂവ് എനിക്ക് കിട്ടിയിട്ടില്ല, ലേറ്റായി പോയി. ഇന്നലെ മേടിക്കാൻ പോയപ്പോഴേക്കും അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പൂവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയതേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചേ മേടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് നോക്കി അത് അമ്മയ്ക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ പോകുമ്പോൾ പൂവ് നല്ലത് ഇവിടെ നിന്ന് കിട്ടിയാൽ പൂവും കൂടെ മേടിക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന വഴിയിൽ പറയാം. അവളെ പറ്റിയിട്ട് പറയാമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. ഞാനത് വഴിയെ വ്ളോഗിൻ്റെ ഇടയിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം നല്ല ലേറ്റായി. സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അശ്വതി എന്നാണ്. ആക്ച്വലി ഞാൻ റെഡി ആയിക്കൊണ്ട് വന്നപ്പോൾ വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുള്ള വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വേഗം റെഡിയായിട്ട് ഇറങ്ങി. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയും വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് മാരേജിനോട്ട് വന്നത്. ഇവിടെ വന്ന് അവളെ കണ്ടപ്പോഴേക്കും എനിക്ക് നല്ല ഹാപ്പിയായി, അവൾക്ക് നല്ല ഹാപ്പി. ആൾ കുറച്ച് സങ്കടത്തിലായിരുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് അച്ഛനൊരു വയ്യായ്ക വന്ന് അച്ഛൻ ഹോസ്പിറ്റലൊക്കെ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഹാപ്പി ആയിരുന്നു ആൾ. അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോഴേക്കും ചടങ്ങുകളൊക്കെ തുടങ്ങാനായിട്ട് സമയമായി. നമ്മുടെ സൈഡിൽ തന്നെ ഉള്ളിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കാണണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയില്ല. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനും അശ്വതിയും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും തിങ്ക് ചെയ്യുന്നതെല്ലാം ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരിക്കും. പിന്നെ എനിക്കെന്തും എൻ്റെ വിഷമങ്ങളും എല്ലാം ഞാൻ ഓൾമോസ്റ്റ് ഷെയർ ചെയ്യുന്നത് അശ്വതിയുടെ അടുത്തൊക്കെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ എപ്പോഴും അവൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ കോളേജിലായിരുന്ന സമയത്തും പിന്നെ ഹോസ്റ്റലിൽ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന ടൈമിലും ഇപ്പോൾ ഹോസ്റ്റലായിരിക്കുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും എന്ന് വെച്ചാൽ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തെല്ലാം തമിഴായിരിക്കും കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ മലയാളീസായിട്ട് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ രണ്ടുപേരിൽ മാത്രമായിട്ട് ഒതുങ്ങും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് റിലീഫൊക്കെ കിട്ടാറുണ്ടായിരുന്നു എൻ്റെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ പറയുന്നത് അതെല്ലാം. ഇനി ഞാൻ ഹോസ്റ്റൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അവൾ പോകും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു കാര്യത്തിനായിട്ടല്ലേ, അവളുടെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാവരുടെ ലൈഫിലും നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ സമയത്തും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. ഓരോരുത്തർക്കും അവരുടേതായ ലൈഫുണ്ട്. അപ്പോൾ ആൾക്ക് നല്ലൊരു ലൈഫ് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് എവിടെയായിരുന്നാലും നമ്മൾ വിചാരിച്ച ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എങ്ങനെ വേണോ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ചടങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് മറന്നു വീഡിയോസ് എടുക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി. പിന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. കല്യാണം എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മെയിൻ ഐറ്റം ഫുഡ് അടിയാണ്. അപ്പോൾ എനിക്ക് സദ്യ എന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സദ്യ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അടുത്ത്, ഞങ്ങളുടെ കൂടെ പഠിച്ച ചെക്കൻ തന്നെയായിരുന്നു. പിന്നെ ഞാനും അമ്മയും അപ്പോഴാണ് ഞാൻ സാരി മാച്ച് നോക്കുന്നത്. ഓൾമോസ്റ്റ് ഞാനും അമ്മയും സെയിം ആയിരുന്നു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സദ്യ വന്നു, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് അടിച്ച് ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് വയറ് നിറഞ്ഞിട്ട് കഴിക്കാൻ പറ്റാണ്ട അവസ്ഥയും. പക്ഷെ എന്നാൽ എനിക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം മേടിച്ചു. ലാസ്റ്റ് പിന്നെ നമ്മുടെ അച്ചാറൊക്കെ എല്ലാം ഒന്ന് കൂട്ടുമ്പോഴേക്കും ക്ഷീണം ഉണ്ടാവില്ല എന്ന് അമ്മ പറയും. പിന്നെ അതും ചെയ്തു.
അങ്ങനെ എല്ലാം ഞാൻ കൂട്ടി. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ബോളിയും സേമിയും എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും നന്നായിട്ട് കുടിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് ടൈമൊക്കെ ഫുഡ് അടിയിലൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടയേർഡായി. പിന്നെ എനിക്കൊന്ന് കിടന്നാൽ മതി എന്നുള്ള ഫീലായി. പിന്നെ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന കാര്യം ആൾക്കറിയത്തില്ല. ഞാനിത് അപ്ലോഡ് ചെയ്ത് കാണുമ്പോഴേക്കും എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന ടൈം എനിക്ക് നല്ല കോൾഡ് ഉണ്ട്. അതെൻ്റെ വോയിസ് ഒന്ന് കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നത്. പക്ഷെ എനിക്കിത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കുറച്ച് ബെറ്റർ ആയപ്പോഴേക്കും വോയിസ് ഓവർ ചെയ്യുന്നത് വീഡിയോയ്ക്ക്. മാരേജിന് പോയിട്ട് വന്നു. നല്ല ടയേർഡായി. നല്ല ടയേർഡായി. നല്ല ഉറക്കം വരുന്നു. ഇത് ത്രെഡ് ചെയ്തത് കേട്ടോ. അവരെനിക്കിവിടെ മുറിച്ചു. ഞാൻ സ്ഥിരം പോകുന്ന കടയിൽ തന്നെയാണ് പോയത്. ഞാൻ ത്രെഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എപ്പോഴും എനിക്ക് ചെയ്തു തരണ ചേച്ചി അവിടെ ഇല്ലായിരുന്നു. പുതിയ 2 സ്റ്റാഫ് നിൽക്കൊണ്ട് അവരാണ് എനിക്ക് ത്രെഡ് ചെയ്ത് തന്നത്. അവരിന്നലെ നന്നായിട്ട് ത്രെഡ് ചെയ്ത് പഠിച്ചു. എൻ്റെ കുട്ടികൾ നല്ല ടൈം എടുത്ത് ത്രെഡ് ചെയ്ത് വരാനായിട്ട്. പക്ഷെ ഇവിടെ മുറിഞ്ഞു. ആ ചേച്ചി അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞിട്ടില്ല ഇതുവരെ. നല്ല ടയേർഡായി മാരേജിന് പോയിട്ട് വന്നപ്പോൾ. ഞാൻ നല്ല ഇഷ്ടപ്പെട്ടു കോസ്റ്റ്യൂം, അമ്മയുടെ സാരി. കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം കിട്ടിയില്ല എടുക്കാനായിട്ട്. പറ്റിയായിപ്പോൾ ഈവനിങ് ഒന്ന് എടുത്ത് നോക്കണം. പക്ഷെ മുഖത്തൊക്കെ നല്ല കണ്ണിലൊക്കെ നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട്. നല്ല ടയേർഡായതുകൊണ്ട്. പിന്നെന്താ, പേര് അശ്വതി എന്നാണ്. അപ്പോൾ കോളേജിൽ നിന്ന് തൊട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. 2015 ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് എനിക്ക് അശ്വതി അറിയാം. ഞങ്ങൾ സെയിം ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. പിന്നെ കോളേജിന് ശേഷവും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടി. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ചെന്നൈയിൽ ജോലിയായി. അപ്പോൾ അവിടെയും ഞങ്ങൾ 2 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ ഞാനടുത്ത് ഹയർ സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട് എക്സാമിൻ്റെ ഇതൊക്കെ ആയിട്ട് എനിക്ക് അവിടെ റിസൈൻ ചെയ്യേണ്ടി വന്നപ്പോഴേക്കും ഞാൻ നാട്ടിലോട്ട് വന്ന് ഒരു 1 ഇയർ അശ്വതി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോഴേക്കും ഞാനിവിടെ കോളേജിൽ ജോയിൻ ചെയ്തൊരു 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിയും വന്നു ഇവിടെ. അപ്പോൾ ME ഇവിടെ പഠിക്കാനായിട്ട് വന്നു. അപ്പോൾ ME പഠിക്കാനായിട്ട് വന്നു. അപ്പോൾ എൻ്റെ കൂടെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും എഗെയിൻ ഒരു 1 ഇയർ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരുടെ മാരേജ് ഇന്ന് കഴിഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അശ്വതിയാണ്. അവൾക്കും അങ്ങനെ തന്നെയാണ്. ഇത്രയും നാൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ കുറച്ച് ലോങ് ആയിട്ടാണ് മാരേജ് ചെയ്ത് പോയിട്ടുള്ളത്. ഇനി റീജോയിന് വരുമോ എന്നറിയത്തില്ല. കുറച്ച് ലോങ് ആണ്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ ടച്ച് വിട്ട് നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇനിയും നന്നായിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന ഞങ്ങളിനി വല്ലപ്പോഴായിരിക്കും മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതല്ലാണ്ട് ഇങ്ങനെ ഫോൺ എന്നുള്ള കോൾസ്, മെസ്സേജ് അതൊക്കെ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവൾ എവിടെയായിരുന്നാലും ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ. എനിക്ക് എന്തോ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടാണ് അശ്വതി. അവൾക്കും ഞാൻ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെന്താ, ഇനി ട്യൂസ്ഡേ അങ്ങോട്ട് അവിടെ വെച്ച് ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനും കൂടെ ചേർത്തിട്ടാണ് ലീവ് എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം പോകാനായിട്ട് വേറെ പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒന്നും വന്നില്ല എങ്കിൽ അങ്ങോട്ടും കൂടെ ഒന്ന് പോകണം. അപ്പോൾ അവളെ വീണ്ടും കാണാൻ പറ്റും. അങ്ങനെ അപ്പോൾ ലാസ്റ്റ് വരെ അവൾ യാത്രയാക്കുന്ന ടൈം വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൾ ഹാപ്പിയാണ്. ലൈഫ് ലോങ് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി കുറച്ച് കുറച്ചുകൊണ്ട് നല്ല ഫോട്ടോ എടുക്കണം. പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. നല്ല ഉറക്ക ക്ഷീണം, ലൈറ്റായിട്ട് തലവേദനയുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തതും അപ്ലോഡ് ചെയ്യുന്നതൊന്നും ആൾക്കറിയത്തില്ല. അപ്പോൾ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിതൊരു നല്ലൊരു മെമ്മറീസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തതും അപ്ലോഡ് ചെയ്യുന്നതും. എത്രത്തോളം ബെറ്ററായിട്ട്